ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയൊരു ഹോം ടൂറാണ് കേട്ടോ. നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബാക്കിലുള്ള വീടാണ്. ചെറിയൊരു ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും ഇത് നമ്മുടെ പറമ്പിലെ, അതായത് വളപ്പിലെ, ഇവിടെ പറമ്പ് വളപ്പ് എന്നൊക്കെയാണ് കേട്ടോ പറയുക. വേറെ എവിടെയെങ്കിലും എന്തൊക്കെയാണ് പറയാമെന്നറിയില്ല, ഇവിടെ അങ്ങനെയാണ് പറയുക. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഇവിടുത്തെ നമ്മുടെ ഫാം ഹൗസ് പോലെ ചെറിയൊരു ഹൗസാണ്, ചെറിയൊരു വീട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ നമ്മൾ കയറി വരുന്ന വഴി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗേറ്റ് തുറന്നിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് കയറി വരികയാണ്. ഇവിടെയാണ് നമ്മുടെ വീടിരിക്കുന്നത്. ഇതിന് മുൻപിലായിട്ടൊരു മുളയുണ്ട് കേട്ടോ. ഇത് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് അതിന് ഒന്നും ചെയ്ത് കൊടുക്കാറൊന്നുമില്ല, പക്ഷെ അത് തനിയെ ഇങ്ങനെ വളർന്നോളും. അതുപോലെ തന്നെ ഈ ഒരു ചെടിയൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി അവിടെ മുറ്റത്ത് നമ്മൾ ഇടാൻ പറ്റാത്തൊക്കെ ഇവിടെ കൊടുന്നിട്ടും. അതുപോലെ നമ്മൾ തേങ്ങ പൊതിച്ചിട്ട് ചകിരിയാണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് കുറച്ച് പുറത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇത് നമ്മുടെ ആ അരളിപ്പൂവില്ലേ, റോസ് കളറ്, ആ ചെടിയാണ്. ഇതൊക്കെ പിടിപ്പിച്ച് നിറയെ പൂവുണ്ടായിരുന്നു, ഇപ്പം ഇല്ല കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഇവിടെ കവുങ്ങാണ് നിറയെ. അതുപോലെ ഇതൊരു പേരത്തൈയാണ്. ഇതിൽ നിറയെ ഉണ്ടാവാറുണ്ട് കേട്ടോ, പക്ഷേ ഇപ്പോൾ കാണുന്നില്ല. നിറയെ ഉണ്ടാവാറുണ്ട്, ചെറുതാണെങ്കിലും നിറയെ ഉണ്ടാവും. ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ. അപ്പോൾ നിറയെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ സീസൺ അതല്ലാത്തതുകൊണ്ടാണോ അതുപോലെ തന്നെ നനയ്ക്കാത്തതുകൊണ്ടാണോ വളം ഇടാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, ഇപ്പം അധികമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് നമ്മുടെ ചെറുനാരങ്ങയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതിലുണ്ടായി കിടക്കുന്നുണ്ട് കുറച്ച്. നമ്മൾ കുറച്ച് പറിച്ചായിരുന്നു, പിന്നെ ഇതിൽ നിറച്ച് ഇപ്പോൾ ഒരു 5-6 ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ എന്താ പറയുക, പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, പക്ഷേ എല്ലാം എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ മരാപ്പിളാണെന്ന് തോന്നുന്നു കേട്ടോ. മരാപ്പിൾ, ഇതിൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല കേട്ടോ. ഇതിങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ റെഡ് കളറിലായിരിക്കും. നമ്മുടെ തക്കാളിയുടെ ഒരു ടേസ്റ്റാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് അമ്പഴങ്ങയാണ് കേട്ടോ. നമ്മുടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പഴങ്ങയുണ്ട്. അപ്പോൾ അതിൽ നിറയെ ഇതുപോലെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഫാമില്ലേ, തൃശ്ശൂർ മണ്ണുത്തി ഫാമിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ബഡ് ചെയ്ത തൈകളായതുകൊണ്ട് തന്നെ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇത് നിറയെ ഇങ്ങനെ നിറയെ ഉണ്ടായി കിടക്കും കേട്ടോ. അപ്പോൾ നിറയെ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ പറിച്ച് നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കാറുണ്ട്. ഇതല്ലാണ്ട് ഓറഞ്ച്, പിന്നെ ലൂബിക്ക, അങ്ങനെ കുറേ എല്ലാ തരത്തിലുള്ള ഇതുമുണ്ട്. പക്ഷെ അത് എന്താ പറയുക, ഈ സമയത്ത് സീസൺ അല്ലാത്തതുകൊണ്ട് പറഞ്ഞ പോലെ നനയ്ക്കാത്തതുകൊണ്ട് എന്താണെന്നറിയില്ല, ഒന്നും ഉണ്ടായിട്ടില്ല ഈ സമയത്ത്. അപ്പം ഞാൻ ഉണ്ടാകുമ്പോൾ അതെല്ലാം കൂടെ പിന്നീട് കാണിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്നത് ഇത് ഒരു മീൻകുളമാണ്. ഇതിൽ നിറയെ മീനുകൾ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മീനുകളൊന്നും വളർത്തുന്നില്ല. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു പേരത്തൈയും കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു ചെടിയിൽ പേരയ്ക്ക ഉണ്ടാവാറുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ചെടിയാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്. ഇത് ചക്കയാണ് കേട്ടോ, ആയുർജാക്കാണ്. തേൻവരിക്കുണ്ട്, ആയുർജാക്കുണ്ട്, പലതരത്തിലുള്ള ഇത് പ്ലാവുകളുണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, കായ്ച്ചു കിടക്കുന്നുണ്ട്. ചെറിയൊരു തൈയിലാണ് അതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും വെയിറ്റൊന്നും താങ്ങാറില്ല കേട്ടോ ഇതിന്. ഇത് നമ്മുടെ സപ്പോട്ട തൈയാണ്. സപ്പോട്ട തൈയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, സപ്പോട്ട മരത്തിൽ, പക്ഷേ ഇപ്പം ഇല്ല. അതുപോലെ തന്നെ ഇത് വേറൊരു സൈസ് ചക്കയാണ്. പിന്നെ നമുക്കിത് ഓറഞ്ചിൻ്റെയാണ്. ഓറഞ്ച് ഇതുവരെ നമ്മുടെ കായ്ച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് കാണുന്നത് ലൂബിക്കയാണ്. ലൂബിക്കയിൽ കായ്ച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയണത് നമ്മുടെ എന്താ പറയുക, പലതരത്തിലുള്ള മാവുകളുണ്ട്. മാവിലൊക്കെ ഈ ഒരു മാവിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ, അത് നമ്മൾ പറിച്ചു. പിന്നെ ഇതെന്താ, മൾബറിയാണ്. മൾബറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കൊടുന്ന് വെച്ചതാണ്. പക്ഷെ അതിൽ ഒരു കുഞ്ഞിതുണ്ടായിരുന്നു, അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയാണ് കേട്ടോ നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുക. വീട്ടിലുണ്ടാക്കാൻ പറ്റാത്ത കാരണം നമ്മൾ വീട്ടിൽ ബീഫ് സാധാരണ കയറ്റാറില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ കൊടുന്നിട്ട് ബീഫൊക്കെ ഇവിടെ വെക്കാറുണ്ട് കേട്ടോ. അതാണ് ഈ 2 അടുപ്പ് കാണുന്നത്.
പിന്നെ ഇത് മോട്ടർ പെരയാണ്. മോട്ടർ പെരയിൽ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലറ ചില്ലറ എന്താ പറയുക പണി സാമഗ്രികളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ അതെ ഇത് കയറി വരുമ്പോൾ കാണുന്നത് ഒരു ചെറിയൊരു കട്ടിൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പായും തലേനുണ്ട്. പിന്നെ ഇതുപോലൊരു ടേബിളുണ്ട്. പിന്നെ എന്താ പറയുക ഇതേപോലെ സ്റ്റാൻഡ്, പിന്നെ ഇതുപോലൊരു ടേബിൾ. പിന്നെ അധികം പണിയുടെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളെ പണിക്ക് വരുന്ന ചേച്ചിമാരൊക്കെ ഇവിടെ ഇരുന്നിട്ട് കേട്ടോ ഫുഡ് കഴിക്കുക. അപ്പോൾ നമ്മളെയൊക്കെ കൂടുതൽ ഇപ്പോൾ അവർക്ക് ഉപകാരം. പിന്നെ ചേട്ടനും എല്ലാവരും കൂടെ വന്നിട്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇരിക്കുന്ന ഒരു ഇടം കൂടിയാണ് കേട്ടോ ഇത്. അവർക്ക് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയതും അതുപോലെ സംസാരിക്കാനും ഒക്കെ അവരിവിടെ വന്നിട്ടാണ് ഇരിക്കാറ്. പിന്നെ ഇതുപോലെ അടുപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കരിക്കാലം. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 അടുപ്പ് ഉണ്ടാക്കി. പക്ഷെ കുഴി പോരാഞ്ഞിട്ട് എന്തോ നമുക്ക് പുക ഇങ്ങോട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് അടുപ്പ് വരാൻ പാടില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് സൈഡിലാണ് ഇത്ര വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ വെച്ച കാരണം കൊണ്ട് തന്നെ പുക മുഴുവൻ നമ്മുടെ മുഖത്തേക്കാണ് അടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ അധികം ഇത് കയറ്റിയിട്ടുള്ള ബീഫ് വെക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ പണിക്ക് വരുന്ന അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പണിതത്. നല്ല അടുപ്പായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായതാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. പിന്നെ ഇതുപോലെ ഗ്രില്ലിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ മുകളിലൊരു തട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കലോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ക്ലോസ് ആക്കി. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോവാം. നമ്മളിതേ ഗേറ്റ് അടച്ചിട്ട് വരുന്നതാണ് കേട്ടോ. ഇനി ശരിക്കുള്ള നമ്മുടെ വീട് എന്ന് പറയണത്. അപ്പോൾ ഈ ഒരു കയറ്റം അങ്ങ് കയറി നേരെ എത്തുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. അതാ കാണുന്നതാണ് നമ്മുടെ വീട്. ഈ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോമിൻ്റെ ടൂർ വേണമെങ്കിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോയിൽ ഇടാവുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിലെ പൂച്ചക്കുട്ടികൾ ഒരാളാണ്. ഇത് നമ്മുടെ ജിഞ്ചു ആണ്. അതുപോലെ ഒരാൾ ഇതേ ഇവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ വേറെ ആൾ പല ഭാഗത്ത്. ഇത് ജിഞ്ചുവിൻ്റെ 2 കുട്ടികളും അവിടെ പ്രസവിച്ചിട്ട് കുറച്ച് നാൾ വീടിനുള്ളിലായിരുന്നു കേട്ടോ. ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്, നമ്മുടെ വിറക് വരയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതാണ് ആൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇറക്കി വിട്ടോ. ഇനി പിന്നെ കറിയില്ല. അടുത്തത് ഒരു അമ്മയുടെ അടുത്തേക്ക് ഓടി എത്തിയതാണ്. വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയണത്. അപ്പം ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.